ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം സമ്മേറ്റീവ് അസസ്മെൻറ്റിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, എക്സാമൊക്കെ വരികയാണ്. എല്ലാവരും പോർഷൻസൊക്കെ കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഓക്കെ, സോ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് മിക്കവാറും ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓപ്ഷൻ തന്നിട്ടും ഉണ്ടാവും, ഓപ്ഷൻ തരാത്ത ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 20 മാർക്കാണ് ബയോളജിയിൽ വരിക. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെയാണ്. ഓക്കെ, സോ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. സെലക്ട് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1, ദ മെരിസ്റ്റം ഫൗണ്ട് ഓൺ ദ സൈഡ്സ് ഈസ് ദ ലാറ്ററൽ മെരിസ്റ്റം. Lateral meristem is found in monocotyledonous plant. Statement 3, lateral meristem is found between 2 nodes. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1, 2 and 3 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 and 3 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയാൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താ പറഞ്ഞിട്ടുള്ളത്? ലാറ്ററൽ മെരിസ്റ്റം സൈഡിൽ, റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ഒക്കെ സൈഡിൽ കാണുന്നതാണ് ലാറ്ററൽ മെരിസ്റ്റം. യെസ്, ഓഫ് കോഴ്സ്. സോ ഈ വശങ്ങളിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം. നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഏകബീജ പത്രസസ്യങ്ങളിൽ പാർശ്വമെരിസ്റ്റം കാണപ്പെടുന്നു. പാർശ്വമെരിസ്റ്റം 2 പർവ്വങ്ങൾക്കിടയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രസ്താവന 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രമാണ് ശരി. സോ ആൻസർ വിൽ ബി ബി. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സെലക്ട് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് പെയർ. 4 പെയറിന് തന്നിട്ടുണ്ട്. ബോറോൺ മൈക്രോന്യൂട്രിയൻ, പൊട്ടാഷ്യം മൈക്രോന്യൂട്രിയൻ, കാൽഷ്യം മാക്രോന്യൂട്രിയൻ, ക്ലോറിൻ മാക്രോന്യൂട്രിയൻ. ഇതിൽ ഏതാണ് കറക്റ്റ് പെയർ എന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബോറോൺ മൈക്രോന്യൂട്രിയൻ്റ് ആണ്. പൊട്ടാഷ്യം മൈക്രോന്യൂട്രിയൻ്റ് അല്ല, അതൊരു മാക്രോന്യൂട്രിയൻ്റ് ആണ്. കാൽഷ്യം മാക്രോന്യൂട്രിയൻ്റ് ആണ്. ക്ലോറിൻ മൈക്രോന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷൻസ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ ഡി. അപ്പോൾ ആൻസർ ഡി ആണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പിക്ചർ വന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ഗിവൺ ബിലോ. ഓക്കെ, അപ്പോൾ 2 പിക്ചർ ഏതാണ്? ഇത് നമ്മളുടെ ട്രീ ഓഫ് ലൈഫിൽ അല്ലെങ്കിൽ ജീവൻ്റെ വൃക്ഷം എന്ന് പറയുന്ന ചാപ്റ്ററിലെ കിങ്ഡം ഫംഗൈ അവിടെ തന്നിട്ടുള്ള പിക്ചറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ ഡയഗ്രാംസ് എല്ലാം നോക്കി പോവണേ, അത് ചോദിക്കാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എ ബി എന്ന് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദി ഓർഗാനിസം, ജീവികളെ തിരിച്ചറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ജീവികൾ? ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം, ജീവികളെ തിരിച്ചറിയുക. ഇത് ഏതാ ജീവികൾ? എ ഈസ്റ്റും ബി മഷ്റൂം ആണ്. മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കൂണ് എന്നും എഴുതി കൊടുക്കാം. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഓർഗാനിസം? ഈ ജീവികളുടെ സവിശേഷത എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇംഗ്ലീഷിൽ മീഡിയത്തിലെ മക്കൾ എഴുതുന്ന സമയത്ത് യൂകാരിയോട്സ് വിച്ച് ആർ സാപ്രോഫൈറ്റ്സ് ഓർ ഡീകമ്പോസേഴ്സ്. Chloroplast is absent. Cell wall made up of substance called chitin. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആവുന്ന സമയത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ഓർഗാനിസം എ സബ് ക്വസ്റ്റ്യന് 1 മാർക്കും ബി സബ് ക്വസ്റ്റ്യന് 1 മാർക്കും. അപ്പോൾ 1 or 2 പോയിന്റ്സ് മാത്രമേ നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. മിസ് ഇവിടെ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പം മൈൻഡിൽ വരുന്നത് നോക്കിയിട്ട് എഴുതാം. മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ ഇവ യൂക്കാരിയോട്ടുകളാണ്. ഈ ഫംഗസ് കോശങ്ങൾ കൈറ്റിൻ എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച കോശഭിത്തിയുണ്ട്. ഫംഗസുകളിൽ ക്ലോറോഫിൽ ഇല്ലാത്തതിനാൽ അവയ്ക്ക് പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവില്ല. മൃതമായതും ചീഞ്ഞഴുകുന്നതുമായ വസ്തുക്കളിൽ നിന്നും പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനാൽ അവയെ ശവോപജീവികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവരെ ശവോപജീവികൾ എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള 1-2 മെയിൻ പോയിന്റ്സ് നിങ്ങൾക്ക് അപ്പം തോന്നുന്നത് എന്താണോ അത് നിങ്ങൾ എഴുതി കൊടുക്കണം. ഓക്കെ, പിന്നെ ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നെയിം ദ ഓർഗാനിസം ഫോർ 1 കിങ്ഡം ഇൻ ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആർ ഗിവൺ ബിലോ. അപ്പോൾ 5 കിങ്ഡം വർഗീകരണ രീതിയിലുള്ള ഒരു കിങ്ഡത്തിലെ ജീവിയുടെ പേരാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? അമീബ, പാരമീസിയ. അപ്പോൾ സബ് ക്വസ്റ്റ്യൻ എ, വിച്ച് കിങ്ഡം ഡു ദീസ് ഓർഗാനിസം ബിലോങ് ടു? ഏത് കിങ്ഡത്തിലാണ് ഈ ജീവികൾ ഉൾപ്പെടുന്നത്? അമീബയും പാരമീസിയും ഏതാണ്?
കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ്. ഓക്കെ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് കിങ്ഡം? ഈ കിങ്ഡത്തിൻ്റെ സവിശേഷതകൾ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ്ലി യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്, ദേ ക്യാൻ ബി ഓട്ടോട്രോപിക് ഓർ ഹെറ്ററോട്രോപിക്. ഫ്ലെജല്ല, സീലിയ ഓർ pseudopods are the organs of locomotion. മിക്കവയും ഏകകോശ യൂക്കാരിയോട്ടുകളാണ്. അവ സ്വപോഷികളോ പരപോഷികളോ ആകാം. ഫ്ലജല്ല, സീലിയ, കപടപാദങ്ങൾ എന്നിവ ചലനോപാധികളാണ്. അമീബ, പാരമീസിയം, യൂഗ്ലീന എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ആ ഒരു കിങ്ഡത്തിൻ്റെ സവിശേഷതയാണ് ചോദിച്ചിട്ടുള്ളത്. 1-2 പോയിന്റ്സ് മതി. നിങ്ങൾക്ക് ഏതാണോ ഉചിതമായിട്ടുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ എന്താണോ കിട്ടുന്നത് അത് നോക്കിയിട്ട് എഴുതാം. Then fourth question ആണ്, how might the chloroplast found in cells have been formed? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്ലോറോപ്ലാസ്റ്റ് ഹരിതകണം കോശങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്? ഇത് നമ്മളുടെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹരിതകണം എങ്ങനെയാണ് ആദ്യമായിട്ട് ഭൂമിയിൽ ഉണ്ടായ? ഫസ്റ്റത്തെ കോശത്തിലൊന്നും ഹരിതകണം ഒന്നും ഉണ്ടായിരുന്നില്ല. മൈറ്റോകോൺട്രിയ എങ്ങനെ ഉണ്ടായി, ഹരിതകണം എങ്ങനെ ഉണ്ടായി, ക്ലോറോപ്ലാസ്റ്റ് ഓഫ് മൈറ്റോകോൺട്രിയ ഇതുണ്ടായതിനെ കുറിച്ചിട്ട് നമ്മളുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? ആൻ യൂക്കാരിയോട്ടിക് സെൽ എൻഗൾഫിംഗ് എ സ്മോൾ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയം. Instead of digesting the photosynthetic bacterium, it provides protection. Gradually, it transforms into a chloroplast. ചെറു കോശമായ പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയയെ ഒരു കോശം വിഴുങ്ങുന്നു. പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയത്തെ ദഹിപ്പിക്കുന്നതിന് പകരം സംരക്ഷണം നൽകുന്നു. ക്രമേണ ഇവ ഹരിതകണമായി മാറുന്നു. ഓക്കെ, ഇതാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി മൈറ്റോകോൺട്രിയ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മൾ എയറോബിക് ബാക്ടീരിയൻ്റെ കാര്യമാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ വരാനുള്ളത്. അതും കൂടെ നിങ്ങൾ നോക്കി പോകണം. ഇത് ക്വസ്റ്റ്യൻ്റെ ഒരു രീതി മനസ്സിലാക്കാനും അതെങ്ങനെ എഴുതി കൊടുക്കണം എന്ന് മനസ്സിലാക്കാനും ഒക്കെയാണ് നമ്മൾ ഈ ഒരു മോഡൽ പേപ്പർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മോഡൽ പേപ്പറും ഉണ്ട്. ഓക്കെ, ദെൻ 5th ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം. ഇത് നമ്മുടെ സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, കോശങ്ങളും കോശജാലങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാപ്റ്ററിലുള്ളൊരു ഫിഗറാണ്. പ്ലാന്റ് ടിഷ്യൂവിൻ്റെ ഫിഗറാണ് കേട്ടോ ഇത്. വിച്ച് പ്ലാന്റ് ടിഷ്യൂ ഡസ് ദ ഫിഗർ ഇൻഡിക്കേറ്റ്? ഈ ചിത്രം സൂചിപ്പിക്കുന്ന സസ്യകല ഏത്? ദിസ് ഈസ് കോളൻകൈമ. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, ഇങ്ങനെ 3 പ്ലാന്റ് ടിഷ്യൂ. സിമ്പിൾ പ്ലാന്റ് ടിഷ്യൂ ലളിതകലയെയും സങ്കീർണ കല കോംപ്ലക്സ് ടിഷ്യൂ ആയിട്ടുള്ള സൈലത്തിനെയും ഫ്ലോയത്തിനെയും കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കുക. ഇവിടെ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് കോളൻകൈമയാണ്. വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് പ്ലാന്റ് ടിഷ്യൂ? ഈ പ്ലാന്റ് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ എന്താണ്, അവരുടെ ധർമ്മമാണ് ചോദിച്ചിട്ടുള്ളത്. സോ വി ക്യാൻ റൈറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് പ്ലാന്റ് പാർട്സ്. അപ്പോൾ ഇവയുടെ സസ്യങ്ങളുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നതാണ് കോളൻകൈമ. ഇതാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എഗെയിൻ ഈ ഒരു പാർട്ടിൽ തന്നെയാണ്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഈ ഫിഗർ ഏതാണ്? കോളൻകൈമൻ്റെ കൂടെ തന്നെയുള്ള ആളാണ്. ഇറ്റ്സ് സ്ക്ലീറൻകൈമ. അപ്പോൾ നിങ്ങളൊരു ഡയഗ്രം കാണുമ്പോൾ ഇത് ഏത് ചാപ്റ്ററിൽ ഏത് പോർഷനിൽ വരുന്നതാണെന്ന് മാക്സിമം ഓർത്തെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. വിച്ച് പ്ലാന്റ് ടിഷ്യൂ ഡസ് ദ ഫിഗർ ഇൻഡിക്കേറ്റ്? ഇറ്റ് ഈസ് സ്ക്ലീറൻകൈമ. ഓക്കെ, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പ്ലാന്റ് ടിഷ്യൂ? നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ആ പ്ലാന്റ് ടിഷ്യൂവിൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഫങ്ഷൻ ആയിരുന്നു. ഓക്കെ, ആ ഒരു കലയുടെ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ടിഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു സസ്യകലയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ധർമ്മമല്ല. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്നിടത്ത് ആ ഒരു സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ നോക്കണം. നമുക്ക് സ്ക്ലീറൻകൈമയെ കുറിച്ചിട്ട് എല്ലാം അറിയാം, അല്ലെങ്കിൽ നമുക്ക് കോളൻകൈമനെ കുറിച്ചിട്ട് അടിപൊളിയായിട്ട് അറിയാം. പക്ഷേ നമുക്കറിയുന്ന എല്ലാം അവിടെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിന് ആൻസർ ചെയ്യാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കണം. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് ഡെഡ് സെൽസ്, തിക്ക് സെൽ വാൾ, ദ സെൽ വാൾ ഈസ് യൂണിഫോം തിക്നെസ് ത്രൂ ഔട്ട്. ഇതാണ് നമുക്ക് അവിടെ എഴുതി കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയുള്ളതായതിനാൽ സസ്യഭാഗങ്ങൾക്ക് ദൃഢയും താങ്ങും നൽകും. ഇതെന്താണ്? ഇതതിൻ്റെ ഫങ്ഷനാണ്, ധർമ്മമാണ്. നിർജീവമായ കോശങ്ങൾ അടങ്ങിയ കല, കട്ടി കൂടിയ കോശഭിത്തി, പിന്നെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയുണ്ട്. ഇതൊക്കെയാണ് ഈ സസ്യകലയുടെ ക്യാരക്ടറിസ്റ്റിക്സ്,
സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? ധർമ്മവും സവിശേഷതയും. ഓക്കെ, അപ്പോൾ ആ കലയുടെ കാര്യങ്ങളാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് സവിശേഷത ചോദിക്കുമ്പോൾ. അല്ലാത്ത സമയത്ത് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അവയുടെ ധർമ്മമാണ്. അതെന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്. സസ്യഭാഗങ്ങൾ ദൃഢയും താങ്ങും നൽകൽ അതിൻ്റെ ധർമ്മമാണ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഇനി 6th question. Native varieties are very important in agriculture. Justify the statement. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നേറ്റീവ് വെറൈറ്റീസ്, നാടൻ ഇനങ്ങൾ കൃഷിയിൽ വളരെ പ്രാധാന്യമുണ്ട്. പ്രസ്താവന സാധൂകരിക്കുക. ഇത് ഏത് ചാപ്റ്ററാണ് മക്കളെ? ഇത് ഫസ്റ്റ് ചാപ്റ്ററാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളുടെ നേറ്റീവ് വെറൈറ്റീസ് ഓഫ് അഗ്രികൾച്ചർ ആ ഒരു കാര്യത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നേറ്റീവ് വെറൈറ്റീസ് വുഡ് ഹാവ് എവോൾവ്ഡ് ടു അഡാപ്റ്റ് ടു ദ ലോക്കൽ എൻവയോൺമെൻറ്റ് സിൻസ് they have naturally acquired resistance against the pests and diseases of that region. The use of pesticides can be reduced. They are also beneficial for the ecological balance by sustaining local pollinators. As they require very little fertilizer, the cost is also low. അതാണ് നേറ്റീവ് വെറൈറ്റീസ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത് അത് നിങ്ങളപ്പോൾ എഴുതി കൊടുക്കണം. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ടെക്സ്റ്റിൽ പറഞ്ഞതിൻ്റെ ബേസ്. ഓക്കെ, എന്താണ് നേറ്റീവ് വെറൈറ്റീസ് അല്ലെങ്കിൽ നാടൻ ഇനങ്ങൾ ഉപയോഗിച്ചാൽ അത് പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളർന്നവയാവും. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന മുരിങ്ങ അല്ലെങ്കിൽ തക്കാളി പോലെ നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതിൽ കൂടുതൽ കീടങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ അതിന് നമ്മളുടെ കീടത്തിനുള്ള പ്രതിരോധ ശേഷി അവർക്കുണ്ടാവും. കാരണം ഈ നാട്ടിലുള്ളതല്ലേ. അപ്പോൾ നാടൻ ഇനങ്ങൾ പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളരുന്നവയായിരിക്കും. അവ ആ പ്രദേശത്തുള്ള കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെ സ്വാഭാവികമായും പ്രതിരോധം ആർജിക്കുന്നതിനാൽ കീടനാശിനികളുടെ ഉപയോഗം കുറക്കാം. പ്രാദേശിക പരാഗണകാരികളായ പ്രാണികളെ നിലനിർത്തുക വഴി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഗുണകരമാണ്. വളങ്ങളും വളരെ കുറച്ച് മാത്രം മതി എന്നതിനാൽ ചിലവ് കുറക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അത് നിങ്ങൾ നോക്കിയിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, സെറ്റല്ലേ? ഇതൊന്നും ഒരുപാട് നമുക്ക് ഭയങ്കര ടഫ് അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളല്ല, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ നമുക്കത് എഴുതുമ്പോൾ കുറച്ചും കൂടി ഈസിനെസ് ഫീൽ ചെയ്യും. നിങ്ങൾ ടെൻഷൻ ആവാതെ കൂളായിട്ട് എഴുതണം എന്നേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷെ അത് നമ്മുടെ വേർഡ്സിലൂടെ പുറത്ത് വരാത്തൊരു ബുദ്ധിമുട്ടാണ് ചില സമയത്ത് നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ. കാരണം നമുക്ക് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ബയോളജി ഉണ്ട്. അപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും ചില സമയത്ത്. അപ്പോഴൊക്കെ നിങ്ങൾ എപ്പോഴും കൂളായിട്ട് എഴുതാം, പാനിക് ആവരുത്. ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് എഴുതാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. അപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കാൻ പറ്റും. ഓക്കെ, 7th question എന്താണ്? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഈ പിക്ചർ എവിടെയുള്ളതാണ്? നമ്മളുടെ വൈവിധ്യത്തിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ഒരു എക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻസ് അവിടെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏത് എക്കോളജിക്കൽ വിച്ച് ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ഡസ് ദ പിക്ചർ ഇൻഡിക്കേറ്റ്? ഇതൊരു പൂമ്പാറ്റ പൂവിന്ന് തേൻ കുടിക്കുന്ന ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്? ഇത് മ്യൂച്വലിസമാണ്. മലയാളത്തിൽ നമ്മൾ മ്യൂച്വലിസം എന്ന് എഴുതും. മ്യൂച്വലിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട് 2ാമത്തെ സബ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ബയോളജിക്കൽ റിലേഷൻഷിപ്പ്? ഈ ഒരു ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ഈ സവിശേഷത എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു ബോത്ത് ഓർഗാനിസം, രണ്ട് ജീവികൾക്കും ഗുണം നൽകുന്നതാണ് മ്യൂച്വലിസം. ഓക്കെ, പൂമ്പാറ്റക്ക് തേൻ കിട്ടുന്നു, പൂവിന് തേൻ പൂമ്പാറ്റക്ക് കൊടുക്കുന്ന കൂടെ പൂമ്പാറ്റക്ക് തേൻ കിട്ടുന്നു, പൂവിന് പൂമ്പാറ്റ പരാഗണം നടത്തി സഹായിക്കുന്നു. അപ്പോൾ രണ്ടുപേർക്കും മ്യൂച്വലിസാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുള്ളതാണ്, രണ്ട് ജീവികൾക്കും ഗുണകരമാണ്. ഇതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് മലയാളത്തിൽ കേട്ടോ. ഓക്കെ, ദെൻ വാട്ട് ആർ ദ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ സിസ്റ്റം? ദ്വിനാമ പദ്ധതിയുടെ റൂള് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ ദ സയൻറ്റിഫിക് നെയിമിംഗ് സിസ്റ്റം ദ നെയിം ഓഫ് ആൻ ഓർഗാനിസം ഷുഡ് ഹാവ് 2 parts. The first part of the name is the genus name and the second part is the species name. When writing the scientific name in English, the genus name should begin with a capital letter. The scientific name should be printed in italics. ഓക്കെ, ഇതാണ് അതിൻ്റെ റൂള്. ദ്വിനാമ പദ്ധതിയുടെ നിയമങ്ങളേവ.
എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയ നാമകരണ പദ്ധതിയിൽ ജീവിയുടെ പേരിന് 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. പേരിൻ്റെ ആദ്യ ഭാഗം ജീനസ് നാമവും രണ്ടാമത്തെ ഭാഗം സ്പീഷീസ് നാമവും ആയിരിക്കണം. ഇംഗ്ലീഷ് ഭാഷയിൽ ശാസ്ത്രീയ നാമം എഴുതുമ്പോൾ ജീനസ് നാമം വലിയ അക്ഷരത്തിൽ തുടങ്ങണം. ശാസ്ത്രീയ നാമം അച്ചടിക്കുമ്പോൾ ഇറ്റാലിക്സിൽ അച്ചടിക്കണം. ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, 9ഉം 10ഉം. ഓക്കെ, അപ്പോൾ അതിൽ 9th ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ നമ്മൾ 2 സബ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്രയും നോക്കിയത്. ഇതിപ്പോൾ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ABC. ഇതെന്താണ് മക്കളെ? ഈ ഒരു ഫിഗർ ഇത് എഗെയിൻ നമ്മളുടെ സെല്ല്, കോശങ്ങൾ, കോശജാലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ജന്തുകോശത്തിൻ്റെ ജന്തുകലകളിൽ വരുന്ന ഒരു കലയാണ് ആനിമൽ ടിഷ്യൂ. യെസ്, which animal tissue does the figure indicate? ഇതേതാണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ സംയോജക കലയാണ്. റൈറ്റ് 2 എക്സാമ്പിൾ ഓഫ് ദിസ് ആനിമൽ ടിഷ്യൂ. ഈ ആനിമൽ ടിഷ്യൂ, ഈ ഒരു കലയുടെ, ജന്തു കലയുടെ എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ബോൺ, ബ്ലഡ്, ഫൈബ്രസ് ടിഷ്യൂ. ഏതൊക്കെയാണ്? അസ്ഥി, രക്തം, നാരുകല എന്നിവ ഇവയുടെ എക്സാമ്പിളായിട്ട് ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് ആനിമൽ ടിഷ്യൂ? ഈ ആനിമൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ എന്താണ്, ധർമ്മം എന്താണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൊവൈഡ് സപ്പോർട്ട് ടു വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി, കണക്ട്സ് ഡിഫറെൻറ്റ് പാർട്സ് ടു ഈച്ച് അതർ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നു, വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ അല്ലേ? യെസ്, ഓഫ് കോഴ്സ് സിമ്പിളാണ് മിസ്സേ. ഓക്കെ, നിങ്ങൾ അങ്ങനെ പറയണം. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റീഡ്രോ ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ആൻഡ് ലേബൽ ദ പാർട്സ് അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൻ ബിലോ. റീഡ്രോ ചെയ്യണം. റീഡ്രോ ചെയ്യുന്നതിനൊരു മാർക്കുണ്ട്. ഇതിപ്പോൾ ആനിമൽ ടിഷ്യൂ ആണ് തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഭയങ്കര അടിപൊളിയാക്കിയിട്ട് അല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു വൃത്തിയിൽ നിങ്ങൾ വരക്കണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം നിങ്ങൾ കളയരുത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെൽ ഓർഗനലി ദാറ്റ് ഡിസ്ട്രോയ് ഫോറിൻ ബോഡി. ഫോറിൻ ബോഡീനെ ഡിസ്ട്രോയ് ചെയ്യുന്ന, അന്യമായിട്ടുള്ള വസ്തുക്കളെ നശിപ്പിക്കുന്ന നമ്മളുടെ സെല്ല്, കോശാംഗം ഏതാണ്? ആനിമൽ ടിഷ്യൂവിലാണ് അതുള്ളത്, ജന്തുകോശത്തിലാണ് അതുള്ളത്. ഇറ്റ് ഈസ് ലൈസോസോം. യെസ്, അപ്പോൾ ഈ ലൈസോസോം എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ ഓഫ് ദ സെൽ. എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ ആരാണ്? ഊർജോൽപാദനം ആരാണ്? ഇറ്റ് ഈസ് മൈറ്റോകോൺട്രിയ. യെസ്, അപ്പോൾ നിങ്ങൾ മൈറ്റോകോൺട്രിയനെ ലേബൽ ചെയ്ത് കൊടുക്കണം. ആദ്യം റീഡ്രോ ചെയ്യണം. റീഡ്രോ ചെയ്ത ശേഷം ഈ പറഞ്ഞിട്ടുള്ളത് ലൈസോസോം എന്നും മൈറ്റോകോൺട്രിയ എന്നും ആ റീഡ്രോ ചെയ്തിട്ടുള്ള പിക്ചറിൽ ലേബൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ ലെവൽ ഓഫ് കോക്കനട്ട് ട്രീ. കോക്കോസ് ന്യൂസിഫറ എന്ന് പറഞ്ഞിട്ടുള്ള കോക്കനട്ട് ട്രീയുടെ ക്ലാസിഫിക്കേഷൻ ലെവൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. വാവ്, ഓക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാതും എഴുതണ്ട, നമുക്കറിയാം നമ്മുടെ വർഗീകരണ തലങ്ങൾ 7 വർഗീകരണ തലങ്ങളുണ്ട്. അതിൽ 3 വർഗീകരണ തലമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്ലാസ്, ഓർഡർ, ജീനസ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതാണ് നമ്മുടെ 7 വർഗീകരണ തലം. അപ്പോൾ ആ വർഗീകരണ തലത്തിൽ ഇവിടെ 3 ആൾക്കാരെ തന്നിട്ടുണ്ട്. ക്ലാസ് ലിലിയോപ്സിഡ, ഓർഡർ അരിക്കേൽസ്, ജീനസ് കോക്കോസ്. ഈ 3 പേരുടെയും ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ലിലിയോപ്സിഡയാണ്. സോ ലിലിയോപ്സിഡ മീൻസ് മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ് ആണ്. ദ പ്ലാന്റ് വിത്ത് പാരലൽ ലീഫ് വീനേഷൻ ആൻഡ് ഫൈബ്രസ് റൂട്ട്. അതാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ബി, ഓർഡർ അരിക്കേൽസ്. അരിക്കേൽസിൻ്റെ എന്താണ്? പ്ലാന്റ് വിത്ത് ലോങ് ആൻഡ് ഹാർഡ് സ്റ്റെം. സി, ജീനസ് കോക്കോസ്, പ്രൊഡ്യൂസ് ലാർജ് സിംഗിൾ സീഡഡ് ഫ്രൂട്ട്. ഓക്കെ, ഇത് നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു ക്ലാസ്, ഓർഡർ, ജീനസ്, ഇതല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ലിലിയോപ്സിഡ, ഏകബീജപത്ര സസ്യങ്ങൾ, സമാന്തര ശിലാവിന്യാസവും നാരുവേരുകളുമുള്ളവ. ഓർഡർ അരിക്കേൽസ്, നീളമുള്ളതും കാഠിന്യമുള്ളതുമായ കാണ്ഡമുള്ളവ. ജീനസ് കോക്കോസ്, വലതും ഒറ്റ വിത്തുമുള്ള ഫൈലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതി കൊടുക്കണം. ഇതിലിപ്പോൾ നമ്മളോട് ഡിവിഷൻ ചോദിക്കാം. പ്ലാന്റ്സിൻ്റെ ആകുമ്പോൾ ഡിവിഷനാണ്, ആനിമൽസിൻ്റെ ആകുമ്പോൾ ഫൈലമാണ്. ഇതിപ്പോൾ ഇതേ ചോദിച്ചപ്പോൾ കടുവേൻ്റെയും ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ബേസിക് അറിവ് ഉണ്ടായിരിക്കൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ പേരുകളും
അതിൻ്റെ സവിശേഷതയൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. തെങ്ങിൻ്റെയും കടുവയുടെയും ടൈഗർ ആൻഡ് കോക്കനട്ട് ട്രീ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, hope you understood, and that's it. If you have any doubt, just comment below, and thank you and all the best for each and everybody who is watching this video. All the best, makkale. Do well. Okay, thank you.